പതിവായി പട്ടുമെത്തയിൽ ശയിക്കുന്ന സൗഭാഗ്യത മായാപുരിയുടെ കൽത്തുറങ്കിൽ ദുർഗമന്റെ അലുവിനായി മനം നൊന്ത് കിടക്കുന്ന കാഴ്ച വിസ്മരണീയം തന്നെ. കടിഞ്ഞൂൽ ഗർഭം ചുമക്കുന്ന ഈ ഉള്ളവളുടെ മനോവേദന മനസ്സിലാക്കി വാസന്തപുരത്തേക്ക് തിരിച്ചയക്കാൻ തിരുവുള്ളം തോന്നണം. പട്ടിന്റെ മാർദ്ദവമുള്ള സൗഭാഗ്യയുടെ യാചനാ മൊഴികൾക്ക് പോലും കുയിൽനാദമാണ്. കടിഞ്ഞൂൽ ഗർഭമെന്നാൽ വാസന്തപുരത്തെ അനന്തരാവകാശി അല്ലേ റാണി? ആ അനന്തരാവകാശിയുടെ ജീവന്റെ തുടിപ്പിനെ ഈ ദുർഗമൻ ഇങ്ങ് നുള്ളിയെടുക്കും. പൂവിതളർത്തുന്ന ലാഘവത്തോടെ. ചോരി ചോക്കുന്ന വാക്കുകൾ കൊണ്ട് ഈ അബലയെ അപമാനിക്കരുത്. മാതൃത്വം എന്ന മകനീയ വികാരം അനുഭവിച്ച് വളർന്ന മകനല്ലേ അങ്ങ്? മാതൃത്വം പോലെ തന്നെ ദുർഗമന് വിലപ്പെട്ടതാണ് പിതൃത്വവും. അംഗബലമേറിയ സൈന്യത്തോട് ഒറ്റയ്ക്ക് പൊരുതിയ നമ്മുടെ പിതാവിന് നിത്യാന്തത സമ്മാനിച്ച നെറുകേടിന് പ്രതികാരം ചെയ്തു കഴിഞ്ഞു ഈ അസുരകുലജാതൻ. ചന്ദ്രചൂടൻ എന്ന നിന്റെ ഭർത്താവിന്റെ 2 കണ്ണുകളും നാം ചൂടിനെടുത്തിരിക്കുന്നു. ജന്മമേ, യുദ്ധനീതി പോലുമില്ലാത്ത മായാവേഷത്തിൽ വന്ന് എന്റെ പൊന്നു തമ്പുരാന്റെ കണ്ണുകൾ ചൂടിനെടുത്ത കൊടും ക്രൂരത ആദിപരാശക്തി കാണുന്നുണ്ട്. ശൂലപാണിനിയായ അമ്മയുടെ കരങ്ങളലാവും എന്റെ മരണം. വിധാതാവായ ബ്രഹ്മദേവന്റെ വരം ലഭിച്ച ദുർഗമന് അംശാവതാരത്തിന്റെ രൂപത്തോട് ഭയമല്ല സൗഭാഗ്യ, സഹതാപമാണ്. അനുസരണ വ്യക്തമാക്കേണ്ട ആദ്യ അവസരമാണ് സൗഭാഗ്യയെ. സൂതികർമ്മിണി നിന്റെ അടുത്തേക്ക് ഉടനെത്തിച്ചേരും. രക്തപങ്കിലമായ നിമിഷങ്ങൾക്കൊടുവിൽ നീ ഗർഭിണി അല്ലാതാകും. ആറ്റുനോറ്റുണ്ടായ ജീവന്റെ തുടിപ്പിന് തള്ളിക്കരുത്തരുത് അമ്മേ. മഹാമായേ, അരുതാത്ത കാഴ്ചകൾക്കും ചെയ്തികൾക്കും അവസരമൊരുക്കിയാണോ മഹാരാജൻ വിജയങ്ങൾ ആഘോഷിക്കേണ്ടത്? ധീരസുച്ചുവയുള്ള സൈരന്ദ്രിയുടെ വാക്കുകൾക്ക് ഈ ദുർഗമൻ എന്ത് മറുപടി നൽകണം? പറയൂ നാഗിനി. ഈ കാഴ്ച, ഗർഭചിത്രമെന്ന ഈ കാഴ്ച സമ്മാനിക്കുന്നത് അപമാനമാണ് രാജൻ. ഖനിയിൽ ഒളിച്ച തങ്കത്തെ നാം കഴുകിയെടുക്കുകയാണ് നാഗിനി. പത്തരമാറ്റുള്ള പതക്കമായി ഈ മാറിലണിയാൻ. അവൾ പോലും അറിയാതെ പിഴുതെടുത്തൊരു തൂവൽ തരി ഈ ഭാണ്ഡത്തിലുണ്ട്. ബോധമുണരുന്ന നാഴികയിൽ മുളയരി വേവിച്ച് പാലിൽ കുതിർത്ത് കൊടുത്തു തുടങ്ങണം. 56 ദിനങ്ങളുടെ ഇരവ് പകലുകൾക്കൊടുവിൽ കന്യകയുടെ രക്തശോഭയുമായി ഈ തടവറയിൽ അവൾ സൗഗന്ധികം പോലെ വിരിഞ്ഞു നിൽക്കും. മായാപുരിയുടെ മന്ത്രിപദം അലങ്കരിക്കുന്ന പെൺകരുത്തിന് മ്ലാനപതനം പാടില്ല നാഗിനി. യുദ്ധതന്ത്രങ്ങളുടെ പടനിലത്ത് നാരി അപകരണങ്ങൾ തുടർക്കഥയാകുമ്പോൾ മായാപുരിയുടെ തടവറകളിൽ സൂതികർമ്മിണികൾക്ക് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരുമോ മഹാരാജൻ? പടവാളേന്തിയ നാഗിനിയുടെ ഉടലാടങ്ങളുടെ കിതപ്പ് ഈ ദുർഗമൻ അറിയാം. കാമിനിയിൽ നിന്ന് യോദ്ധാവിലേക്കുള്ള ദൂരം ഇനിയും ഏറെയാണ് നാഗിനി. കാലാളിന്റെ ആത്മബലം പോലും ഇല്ലാതെ ചാബല്യം പുലമ്പുന്ന നാഗസൈരന്ദ്രിയുടെ മൊഴികളിൽ വൈരം തിളങ്ങണം. മനസ്സിലായോ?